ഇവിടെ ഇട്ട് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളെല്ലാം പൊറുക്കുവന്ന് വലിയ കുന്നാന്ന്. ലിജിനിയുടെ ആകെ നിറങ്ങി വീണുപോയി. മുട്ടൽ നല്ലോണം തോല് ഇറങ്ങിനി. നടക്കുന്ന ചെരുപ്പിട്ടിട്ട് വീണ് പേടിച്ചോണ്ട് ഇപ്പൊ ചെരുപ്പ് കയറിൽ തൂക്കിട്ട് നടക്കുമെന്ന്. ആശയം തളർന്നാട് കടന്നിട്ടായില്ലേ. ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്ബ്രോസ് മീഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുൽക്കൂടാക്കുന്നതാണ്. നമ്മൾ ഉൾമുങ്ങന്ന് പോയിട്ട് പുല്ലെല്ലാം പറിച്ച് കുറച്ച് നേരം പെയ്യുന്നേനു. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ടാറ്റാ. അങ്ങനെ നമ്മൾ പുൽക്കൂടാക്കുന്നതിൻ്റെ പണി തുടങ്ങി. വൈഷ്ണു വാഷിലെല്ലാം കൂടി പുൽക്കൂട് ജോറായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ. അങ്ങനെ നമ്മളിപ്പോ പുൽക്കൂടിന്റെ ഫ്രെയിമെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പുല്ല് പൊതിയണോ. നമ്മളെല്ലാരും നടന്നിട്ടാണ് പോകുന്നത്. വൈഷ്ണു മുകളിലോളം വണ്ടി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര റിസ്ക്കാണ് ഈ വണ്ടി പോക്ക്. നമ്മള് ചാക്കും കട്ടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോക്കാന്ന് മുകളിലോട്ട്. അവരങ്ങ് മുകളിലെത്തിയായിരിക്കും വണ്ടിക്ക് പോയോണ്ട് തന്നെ. ഇല്ല, മുകളിലെത്തിയില്ല. പൊടിയും പാറ്റി അങ്ങനെ പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ഉടുമ്പങ്കുന്നാന്ന് പണ്ടേ പുല്ല് പറിച്ചുകൊണ്ട് പോക്ക്. ജിഷ്ണ എവിടെയോ വലിയ കെട്ടും കൊണ്ട് പോകുന്ന പോലെയെല്ലാം വരുന്നുണ്ട്. തല ചാക്കെല്ലാം വെച്ചിട്ട് വലിയ കുന്നായോണ്ട് തന്നെ നടന്ന് തളർന്നെന്നാന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങ് ഏകദേശം മുകളിലെത്തി. ഭയങ്കര വെയിലാന്ന്. ജിഷ്ണ തലയിലെല്ലാം ചാക്കിട്ട് ലിജിനെ അണ്ണാച്ചിന്ന് വിളിക്കുന്നൊന്നും അവള് കുസലാക്കുന്നില്ല. അങ്ങനെ നമ്മള് ഉൾമങ്കുന്നിന്റെ മുകളിലെത്തി. ഒരു കൂടെ കീഴിൽ വച്ചൂട്ടിനും ജിഷ്ണയും ഭയങ്കര വെയിലുകൊണ്ട് തന്നെ വെയിലുള്ളത് കൊണ്ട് ഇങ്ങനെ കൊടയും ചൂടി പോക്കാന്ന്. ഒരാള് നടുവിന് കൈയും കൊടുത്തിട്ട് ബേക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. കഴിഞ്ഞാലും നമ്മൾ ആദ്യമേ വന്നിട്ട് പുല്ലെല്ലാം പറിച്ചോണ്ട് പോയി. ഇപ്പൊ തലേത്ത് ദിവസം നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ പുല്ലെല്ലാം കുറവാണ്. എല്ലാരും പറിച്ചു കൊണ്ടുപോയി. അച്ഛൻ നല്ല പാടെടുക്കുന്നുണ്ടേ. ഇതാ അച്ഛൻ കൊറേ എടുക്കുന്നുണ്ടേ. ഇനി പയ്യ ഇനക്കാട്ടി എടുക്കുന്നുണ്ടാവുമായിരിക്കും. ഓ, അമ്മയും നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്നും പഠിക്കാൻ തുടങ്ങിയില്ല. അമ്മ നല്ലോണം പഠിക്കുന്നുണ്ട് അച്ഛനപ്പഴ. കുപ്പിച്ചെല്ലെല്ലാം ഉണ്ട് പോലും. ജിഷ്ണേച്ചി കോടയെല്ലാം എടുത്തിട്ടാ വന്നീനെ. ജിഷ്ണേച്ചി പറഞ്ഞു നമുക്ക് വെയിലുണ്ടാവും എന്നിട്ട് കൊട എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ ബച്ചൂട്ടനും പറിക്കാൻ തുടങ്ങി. ബച്ചൂട്ടൻ കുറച്ചേ പറിക്കുന്നുള്ളൂ. ജിഷ്ണേച്ചി എന്തല്ലോ അതിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. എല്ലാ പുല്ല് പറിച്ചോണ്ടിരിക്കുമ്പോ ആഷ്ലി ഇവിടെ ഇട്ട് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളെല്ലാം പൊറുക്കുവന്ന്. കഴിഞ്ഞ പോലെ ആശിന്റെ മെയിൻ പണി ഇതേനും. അടിയിലെല്ലാം ഇട്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ പൊറുക്കിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടിലേനും ആശിന്റെ മെയിൻ ആയിട്ടുള്ള പണി. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറും ഇങ്ങനെ ക്യാമറ പിടിക്കൽ മാത്രാന്ന് പുല്ലൊന്നും പരിച്ചില്ലാന്ന്. കൊറേ പറിച്ച് അതിന് ശേഷാന്ന് ജിഷ്ണ അല്ല ആശ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജിഷ്ണ ഉടനെ കൊടേന്റെ അകത്താണ് നമ്മളിപ്പോ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയെല്ലാം പൊറുക്കിയിടുന്നത്. ഞാൻ മാമനെ എന്തെല്ലോ ട്രോളുന്നുണ്ട്. പിന്നെ മാമന് ഞാൻ പ്രശ്നമില്ലാതുകൊണ്ട് കേട്ട് നിൽക്കുന്നുണ്ട്. ഒരാൾ നടുവിന് കൈയും കൂടി നിന്ന് നോക്കലാന്ന്. എല്ലാരും തളർന്ന്
ആശയെന്നും പണി മതിയാക്കില്ല. വൈഷ്ണവനും വെള്ളം കുടിച്ചു തുടങ്ങി. ആശി ഇരുന്ന് പ്ലാസ്റ്റിക് എല്ലാം പൊറുക്കി ശേഖരിക്കലാന്ന്. അപ്പുറത്തുനിന്ന് അവര് ചാക്കില് പുല്ലുവാരി നിറയ്ക്കുന്നുണ്ട്. ഒരുപാട് കാഴ്ചക്കാർ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക് വല്ലാണ്ട് കുമിഞ്ഞു കൂടുമെന്ന്. ഈ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവര് അതാത് സമയത്ത് ഒരു സ്ഥലത്ത് കൂട്ടിയിടുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ നല്ല ഭക്ഷണമെല്ലാം വെച്ച് കഴിച്ചിട്ടുള്ള ഉള്ള സംഗതികൾ കാണുന്നുണ്ട്. ചാക്കിൽ കുത്തി നിറച്ചോണ്ടിരിക്കലാന്ന്. ആ മറ്റേ ചാക്കിലെടുത്ത പക്ഷെ ചാക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ കുത്തൻ തന്നെ വെച്ചാലല്ലേ. പഴയ ആക്ക് സാധനം പൊറുക്കിട്ട് വരുന്ന രണ്ടാളെ പോലെ ഉണ്ട് ഇവരെ കാണുമ്പോ. വൈകുന്നേരം വന്നിനെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കായിരുന്നു. ഇങ്ങനെ താഴോട്ടേക്ക് പോക്കാന്ന്. പഴയ പ്ലാസ്റ്റിക് കുപ്പി പത്രങ്ങൾ വല്ലതും കൊടുക്കാനുണ്ടോ? രണ്ട് പാട്ടയെല്ലാം പൊറുക്കുന്ന ടീം പോകുന്നുണ്ട്. വലിയ കുന്നാന്ന്. ലിജിനിയുടെ ആകെ നിറങ്ങി വീണുപോയി. മുട്ടിനാൽ നല്ലോണം തോല് വരങ്ങിന്. കാലിനും എല്ലാം നല്ലോണം തോല് വരങ്ങിട്ട് കാണുന്നുണ്ട്. വീണ് വരങ്ങിട്ട് നടന്ന് വരുന്നുണ്ട്. വീണോണ്ട് തന്നെ ഇപ്പത്തോട്ട് വരുന്നത് വീണോണ്ട് പേടിച്ച്. ആശയം നടക്കുന്ന ചെരുപ്പിട്ടിട്ട് വീണ് പേടിച്ചോണ്ട് ഇപ്പൊ ചെരുപ്പ് കായലിൽ തൂക്കിട്ട് നടക്കുമെന്ന്. ഭയങ്കര ശ്രദ്ധിച്ചാൽ നല്ലോണം പോവും, നിരങ്ങി പോവും. അത്രക്കും പേര് ചരലാന്ന് കുന്നുവന്ന്. നമ്മളെല്ലാം അങ്ങനെ താഴെ ഇറങ്ങി വന്ന് തളർന്നിട്ട് ക്ഷീണിച്ചിട്ടും വീണിട്ടെല്ലാം താഴെ എത്തി. നമ്മളിപ്പം വീട്ടിലേക്ക് പോവാൻ നോക്കലാന്ന്. ഓക്കെ ആശയം തളർന്നാട് കടന്നിട്ടായില്ലേ. അങ്ങനെ നമ്മള് ഇനി പുല്ലിടേണ്ട പരിപാടിയാണ്. ഉൾമങ്ങുന്ന് പുല്ല് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പുല്ല് പൊതിഞ്ഞു തുടങ്ങി. ജിഷ്ണേലവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുണ്ട് രജനിയും. കോമഡി ആക്കുന്നുണ്ട് ഇവര്. ബേക്കില് വയ്യ വെച്ചാ മതി. കാരണം ഇപ്രാവശ്യം കുറച്ചേ പുല്ല് കിട്ടിയില്ല. അതുകൊണ്ട് ബേക്കില് ഒരു വർഷമെങ്കില് പുല്ല് വെക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ടത് പിന്നെ വെക്കാന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പുൽക്കോട് നിർമ്മാണം അങ്ങനെ പുരോഗമിക്കുകയാണ്. കുറെ ആള് വെറുതെ നിൽക്കുന്നതാണ്. ബാക്കി രണ്ടാളാരെ പണിയെടുക്കുന്നുള്ളൂ. ആരുമെല്ലാം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൺഷൈഡ് ഫിറ്റാക്കുന്ന കാഴ്ച നമ്മള് കാണുന്നത്. ഏകദേശം പുല്ല് മേഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. സൺഷൈഡ് താഴെന്ന് വൃത്തിയാക്കി കെട്ടിയിട്ട് വെക്കാന്നുള്ള അഭിപ്രായത്തിൽ അയച്ചു വെച്ചിട്ടുണ്ട്. സൺഷൈഡിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇപ്പൊ ഒരാളും കൂടി വന്നിട്ടുണ്ട്. വൈഷ്ണവിന്റെയും ജിഷ്ണേന്റെ അമ്മ. ഇത് രണ്ടും ജോഡികളാണ്. ഇങ്ങോട്ടേക്ക് രണ്ടാളൊന്ന്. ബിന്ദു എന്റെ ദീപ. ഏട്ടന്റെ അനിയന്റെയും മക്കളാണ് ഇവര്. അമ്പാടിയല്ലയുടെ ആഗ്രഹമുണ്ട്. അമ്പാടി ഉറക്കത്തിലായില്ലേ, അതുകൊണ്ടാണ് ഒരു ഉഷാറ് കാണിക്കാതെ. അമ്പാടി പുൽക്കൂടാക്കി ക്ഷീണിച്ചവര് ചായ കുടിക്കുമെന്ന്. ക്ഷീണമൊന്നുമില്ല, വെറുതെ ആണ്. മൊത്തം ഞാനാക്കീനി, വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ആക്കിയതേ ഉള്ളൂ.
ലിജിന് അമ്പാടിക്ക് ചായ കൊടുക്കുന്നുണ്ട്. ചായ അല്ല, ബൂസ്റ്റാ പോലും. അപ്പൊ മഞ്ഞ് പോലെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പരുത്തി എടുത്തിട്ട് ഇപ്പൊ മഞ്ഞാക്കി മാറ്റിയിട്ടുണ്ട്. പൊന്നു കൃഷ്ണയും കൂടി ഇവിടെ ഐസ് വീണ പോലെ ആക്കിയിട്ട് അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട് ഇവര്, ജിഷ്ണയും പൊന്നും കൂടി. ശരിക്കും ഐസ് വീണ ആ ഒരു പ്രതീതി തന്നെ കാണുമ്പം കിട്ടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.